ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ജന്തുഹിംസ നടത്തരുത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. ജന്തുഹിംസ നടത്തരുത്. ഒരു ദിവസം ഭഗവാൻ ശ്രീനാരായണ ഗുരു പുന്നപ്രയിലുള്ള അറവുകാട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആ ക്ഷേത്രത്തിൽ ധാരാളം വളർത്തുജന്തുക്കളെ കുരുതി കൊടുക്കുന്ന അപരിഷ്കൃതമായൊരു പൂജാ സമ്പ്രദായമാണ് അന്നുണ്ടായിരുന്നത്. അതിനാൽ ആട്, കോഴി തുടങ്ങിയവയെ ക്ഷേത്രത്തിലേക്ക് നേർച്ചയായി കൊടുക്കുവാൻ വളർത്തുന്നവരും ആ നാട്ടിൽ വളരെ ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ അവിടെ എത്തിയ ഭഗവാനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ തൃപ്പാദങ്ങൾ ശ്രീകോവിലിലേക്ക് നോക്കിക്കൊണ്ട് അടുത്തുനിന്ന പുറത്തെ ചിറയിൽ കിട്ടനോട് ചോദിച്ചു, ഇവിടെ ജന്തുബലി ധാരാളമായി നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. കിട്ടൻ: ഭക്തജനങ്ങൾ ബലി കൊടുക്കുന്നതാണത്. ഭഗവാൻ: മേലാൽ ആ സാധുജീവികളെ ഈ വിധം കുരുതി കൊടുക്കരുത്. അതു കേട്ട് പതുങ്ങി നിന്ന ശാന്തിക്കാരനോട് ഗുരു അല്പം പഞ്ചസാര കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഉടനെ ശാന്തിക്കാരൻ ഓടിപ്പോയി കുറച്ച് പഞ്ചസാര എടുത്തു കൊണ്ടുവന്നു. അതിൽ നിന്ന് അല്പം എടുത്ത് ഭഗവാൻ മാംസഭോജിയായിരുന്ന ആ ശാന്തിക്കാരന്റെ നാവിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കൽപ്പിച്ചു, ഇനി ജന്തുഹിംസ നടത്തരുത്, അവയെ തിന്നുകയും അരുത്. അപ്പോഴേക്കും വളരെയധികം ജനങ്ങൾ ആ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അതുകണ്ട് നാട്ടിലെ പ്രധാനിയായിരുന്ന പെരുവാറ നീലകണ്ഠപിള്ള വന്ന് ജനങ്ങളെയെല്ലാം അവിടെ ഇരുത്തി. ആ നേരം അവരെ നോക്കി ഭഗവാൻ പറഞ്ഞു, ഈ സ്ഥലത്തിന്റെ പേര് അറവുകാട് എന്നല്ലേ? കാട് തെളിയാൻ കുറച്ചു നേരം വേണം. കാലക്രമേണ അവിടെ നടന്നു വന്നിരുന്ന ജന്തുഹിംസയ്ക്ക് വിരാമമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.